നമസ്കാരം. വായിച്ചതും അറിഞ്ഞതിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര വിഡ്ഢിദിനം ഏപ്രിൽ 1. ശിക്ഷാ ഭയമില്ലാതെ ആരെയും വിഡ്ഢിയാക്കാൻ പറ്റിയൊരു ദിവസം ആയിട്ടാണ് ഏപ്രിൽ 1 കരുതപ്പെടുന്നത്. ജൂലിയൻ കലണ്ടർ പ്രകാരം ഏപ്രിൽ 1 പുതുവത്സരം. പിന്നെ അത് 1582 ഗ്രിഗോറിയൻ കലണ്ടറിലേക്ക് പോയപ്പോൾ ജനുവരി 1 പുതുവത്സരം. ഇതറിയാതെ ഏപ്രിൽ മാസത്തിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്തു. അങ്ങനെ വിഡ്ഢികളായവര് ഫ്രഞ്ചുകാർ ഏപ്രിൽ ഫിഷ് എന്ന് വിളിക്കാൻ തുടങ്ങി. അത് പിൽക്കാലത്ത് ഏപ്രിൽ ഫൂളായി. തമ്മിൽ വിഡ്ഢികളാക്കുന്ന ദിവസം മാത്രം അല്ല ഈ ഏപ്രിൽ ഫൂൾ എന്ന് പറയുന്നത്. നമ്മളിലെ ബുദ്ധിമാന്മാരായ നമുക്കുള്ള വിശ്വാസത്തിലെ വിഡ്ഢിത്തം കണ്ടെത്തുന്നതിന് കൂടി ഉള്ള ഒരു ദിവസമാണ് ഏപ്രിൽ ഫൂള്. കാരണം അന്ധമായി ഒന്നിനെയും വിശ്വസിക്കാൻ പാടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കൊണ്ട് വിശ്വസിക്കാനും പാടില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് ഏപ്രിൽ ഫൂൾ. അതിന് മലയാളത്തില് നല്ല 2 പഴഞ്ചൊല്ലുണ്ട്. കാള പെറ്റെന്ന് കേട്ട് കയറെടുക്കല്ലേ, അതുപോലെ തന്നെ കൊമ്പനാന ഗർഭ എന്ന് കേട്ട് വൈദ്യനെ വിളിക്കാൻ പോകാൻ പാടില്ല എന്ന പഴഞ്ചൊല്ല് ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് അന്ധമായി ഒന്നിനെയും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലുകൂടെയാണ് ഈ വിഡ്ഢിദിനം. അതുകൊണ്ട് നിങ്ങൾ വിഡ്ഢിയാക്കപ്പെടുകയോ ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വിഡ്ഢി ദിനത്തിൽ എൻ്റെ എല്ലാം വിഡ്ഢിദിനം അറിയാൻ തുടങ്ങിയ കാലം തൊട്ട് കേൾക്കുന്നതാണ്. നാട്ടിലെ ഏതെങ്കിലും ഒരു പ്രമുഖൻ കെട്ടിത്തൂങ്ങി, അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിലെ ഒരു പെൺകുട്ടി ആരുടെയെങ്കിലും കൂടി ഒളിച്ചോടി, അല്ലെങ്കിൽ ഒരു വാഹനാപകടം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രമുഖന്റെ വീട്ടിലോ എന്തെങ്കിലും മോശമായ രീതിയിൽ എഴുതി വെക്കുക, ഇതൊക്കെയായിരുന്നു മുൻകാലങ്ങളിൽ വിഡ്ഢിദിനത്തിൽ നടന്നുകൊണ്ടിരുന്നത്. നിങ്ങളുടെ വിഡ്ഢിദിന അനുഭവങ്ങൾ വേണമെങ്കിൽ താഴെ കമന്റായി പങ്കുവെക്കാം.